കൃഷ്ണകുമാറിന്റെ കുടുംബത്തിലെ ഓരോരുത്തരെക്കുറിച്ചും സോഷ്യൽ മീഡിയയിൽ പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ അക്കൂട്ടത്തിൽ കൃഷ്ണകുമാറിന്റെ മകൾ അല്ലാതെ കൃഷ്ണകുമാറിന്റെ ഭാര്യയുടെ അനിയത്തിയുടെ മകൾ കൂടി ഇരയാകുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. മലയാളികൾക്ക് ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് വളരെയധികം സുപരിചിതയാണ് തൻവി. ദിയയുടെ സഹോദരി അല്ലെങ്കിൽ കൃഷ്ണ സിസ്റ്റേഴ്സിന്റെ സഹോദരി എന്ന രീതിയിലും ഒരു യൂട്യൂബർ എന്ന രീതിയിലുമൊക്കെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ തരംഗമായി നിൽക്കുന്ന ഒരു താരം തന്നെയാണ് തൻവി സുധീർ. ഓമിക്ക് ഒരു സഹോദരി ജനിച്ചു എന്ന വാർത്ത ഏറ്റെടുത്തപ്പോൾ തന്നെ തൻവിയുടെ മകളെയും പ്രേക്ഷകർ ഏറ്റെടുക്കാൻ തുടങ്ങി. എന്നാൽ ഇപ്പോൾ പലരും കുഞ്ഞിനെ വിമർശിക്കുന്ന രീതിയിലേക്കാണ് പോകുന്നതെന്നും അത്തരം രീതിയോട് തനിക്ക് തീരെ താല്പര്യമില്ല എന്ന് തുറന്നടിച്ചുകൊണ്ടാണ് ഇപ്പോൾ ആ കുഞ്ഞിന്റെ അമ്മ കൂടിയായ തൻവി സോഷ്യൽ മീഡിയയിൽ എത്തുന്നത്. ഒന്ന് സംസാരിക്കാൻ പോലും ആകാത്ത കുഞ്ഞിനോടാണ് നിങ്ങൾ ഇങ്ങനെ പെരുമാറുന്നത്. നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു? നിങ്ങൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ പെരുമാറാൻ പറ്റുന്നതെന്ന് എനിക്ക് ചോദിക്കണമെന്നുണ്ട്. നിങ്ങൾക്ക് പെരുമാറാൻ പറ്റുമായിരിക്കും. സംസാരശേഷി പോലും ഇല്ലാത്ത ഒരു കുഞ്ഞിനോട് ഇങ്ങനെ പെരുമാറാൻ പറ്റുന്നത് സാധാരണമായിരിക്കും. നിങ്ങൾക്ക് ഇത് ദൈനംദിന ജീവിതത്തിൽ നടന്നു പോകുന്ന ഒരു കാര്യമായിരിക്കാം. എന്നാൽ ഇത് ഞങ്ങളെ എന്തുമാത്രം ഉപദ്രവിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഓരോ സമയവും നിങ്ങൾ ആലോചിക്കണം. നിങ്ങൾ ഇത്തരത്തിൽ കമൻറ്റ് ചെയ്യുന്നത് ഒന്നും അറിയാത്ത ഒരു പിഞ്ചു കുഞ്ഞിനെ കുറിച്ചാണ് എന്നുള്ളത് നിങ്ങളത് മനസ്സിലാക്കിയേ മതിയാകൂ. ഓരോ തവണയും സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിൽ ചർച്ച ചെയ്യുന്ന വിഷയമായി മാറുന്നുണ്ട്. ഞങ്ങൾ വീഡിയോകൾ പങ്കുവെക്കുന്നുണ്ടെങ്കിൽ അത് ആ കുഞ്ഞിനെ കുറ്റം പറയാൻ നിങ്ങൾക്കുള്ള ഒരു ലൈസൻസ് അല്ല. നിങ്ങൾ കുഞ്ഞിനെക്കുറിച്ച് പങ്കുവെക്കുന്ന വീഡിയോ ഉള്ളതുകൊണ്ടല്ലേ ഞങ്ങൾ കുഞ്ഞിനെ കുറ്റം പറയുന്നതെന്ന് ചിലർ പറയുന്നു. പക്ഷേ അത് നല്ലൊരു രീതിയല്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അവിടെയാണ് നിങ്ങൾ തെറ്റ് തിരുത്തേണ്ടത്. നിങ്ങളുടെ കുഞ്ഞിനെ ആരെങ്കിലും പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാകൂ. അത്തരത്തിലൊരു സംസാരശേഷി പോലും ഇല്ലാത്ത കുഞ്ഞിനെക്കുറിച്ച് എന്തിനാണ് നിങ്ങളിങ്ങനെ പറയുന്നത്? ജനിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മുതൽ കുഞ്ഞിന് വേണ്ടി ടമ്മി ടൈം കൊടുക്കുന്നുണ്ട്. ഇതുവരെ ഒരു പ്രശ്നങ്ങളും കുഞ്ഞിനുണ്ടായിട്ടില്ല. സംസാരിക്കാൻ വയ്യാത്ത കുഞ്ഞിന് ഞങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നുവെന്നും തള്ളയ്ക്കൊന്നും തന്നെ വേറെ പണിയില്ല എന്നും തള്ളയ്ക്കൊന്നും അറിയില്ല തുടങ്ങി നിരവധി കമൻറ്റുകളാണ് ഒരുപാട് വരുന്നത്. 21ാമത്തെ വയസ്സിൽ എൻ്റെ മോനെ ഒറ്റയ്ക്ക് വളർത്തിയ ആളാണ് ഞാൻ. 5 വയസ്സ് വരെ അവനെ ഞാൻ ഒറ്റയ്ക്കാണ് വളർത്തിയത്. മാത്രമല്ല ഡേ കെയറിൽ പോലും ഞാൻ വിടാറില്ലായിരുന്നു. എൻ്റെ മോനെ ഒറ്റയ്ക്ക് വളർത്തിയ അമ്മ എന്ന നിലയിൽ ഇനി ഈ കുഞ്ഞിനെ വളർത്തേണ്ടത് എങ്ങനെയാണ് എന്ന് നിങ്ങൾ ആരും എനിക്ക് പറഞ്ഞു തരേണ്ട ഒരു കാര്യവുമില്ല. എനിക്ക് വളരെ നന്നായി അറിയാം. ഒരുപക്ഷെ ചിലപ്പോൾ ഈ കമൻറ്റ് ഇടുന്നവരെക്കാട്ടിലും എനിക്കറിയാമായിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് 1-2 കുഞ്ഞുങ്ങൾ ഉണ്ടായിരിക്കാം, നിങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കാം. പക്ഷേ അതിലൊന്നുമല്ല നിങ്ങൾക്ക് എന്നെക്കുറിച്ച് അറിയുന്നൊരു കാര്യം. ഡേ കെയർ വർക്കുള്ള പരിചയം പോലും എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അങ്ങനെ എന്നെ ജഡ്ജ് ചെയ്യാൻ സാധിക്കില്ല എന്നുകൂടി എനിക്ക് പറഞ്ഞേ മതിയാകൂ. എപ്പോൾ വിളിച്ചാലും കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട സംശയ വിചാരണത്തിന് ഡോക്ടർമാരുണ്ട്. എല്ലാ സൗകര്യവുമുള്ള നാട്ടിലാണ് ഞാൻ ജീവിക്കുന്നത്. അതൊന്നും ഓർത്ത് നിങ്ങളാരും വിഷമിക്കണ്ട എന്ന് പറയാനേ എനിക്ക് സാധിക്കൂ. എന്നാൽ ഇതൊക്കെ ഒരു വിമർശനമായി കാണാൻ പോലും എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് തൻവി.